അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന 5-ാം മൈൽ, 6-ാം മൈൽ, 3-ാം മൈൽ ആദിവാസിയിടങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. ജനവാസ മേഖലകളിലെത്തുന്ന ആനകളെ ഭയന്നാണ് ജീവിതം തള്ളി നീക്കുന്നതെന്ന് പ്രദേശത്തെ താമസക്കാരായ കുടുംബങ്ങൾ പറയുന്നു. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ ഇപ്പോഴും പ്രദേശത്ത് പ്രതിരോധ മാർഗങ്ങളൊന്നും ഒരുക്കി നൽകിയിട്ടില്ല. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ആദിവാസിയിടങ്ങളാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന 5-ാം മൈൽ, 6-ാം മൈൽ, 3-ാം മൈൽ മേഖല. ഇവിടെയാണ് കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ടുള്ളത്. വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇതാണ് അവസ്ഥയെന്ന് പ്രദേശവാസികളായ കുടുംബങ്ങൾ പറയുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ആന ഇറങ്ങുന്നതിന് കൊട്ടുന്ന സംരക്ഷണം എന്ന് പറയുന്ന കാര്യം. ഇന്നത്തെ വർഷമായിട്ട് 3 വർഷമായിട്ട് ഇവിടെ ഒരു കമ്പിവേലി നിർമ്മിച്ചു എന്നല്ലാണ്ട് വേറെ ഇതുവരെ അതിനൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ കമ്പിവേലിൻ്റെ അവശങ്ങൾ മാത്രമേ ഉള്ളൂ, വെറും അവശിഷ്ടങ്ങൾ മാത്രമായിട്ട് ഇവിടെ ബാധിച്ചേക്കുക. വേറൊന്നും അതുവരെ ഇവർ നടപടി എടുത്തിട്ടില്ല. രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകളെ ഭയന്ന് ജീവിക്കേണ്ട സ്ഥിതിയുണ്ട്. വീടിന്റെ മുറ്റത്ത് വരെ കാട്ടാനകൾ എത്തുന്നതാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. കാട്ടാന ശല്യം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ മുറ്റത്ത് ഇവിടെ എല്ലാം വന്ന് ആന കയറുന്നുണ്ട്. ശല്യമുണ്ട് കാട്ടാന. ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന കാട്ടാനകൾ കാലങ്ങളായി കൃഷിനാശം വരുത്തുന്നു. ആനകളെ പ്രതിരോധിക്കുവാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കിയ സംവിധാനങ്ങളൊക്കെയും നാമാവശേഷമായി. ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ നിലവിൽ പ്രതിരോധ മാർഗങ്ങളൊന്നും ഈ പ്രദേശങ്ങളിൽ ഇല്ലെന്നാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം. ബന്ധപ്പെട്ട വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി കാട്ടാന ശല്യം ചെറുക്കുവാൻ മാർഗമൊരുക്കണമെന്നതാണ് ഈ ആദിവാസി നഗരങ്ങളിലെ താമസിക്കുന്ന കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി.